ഇന്ത്യൻ ക്രിക്കറ്റിൽ എപ്പോഴും സർപ്രൈസ് തീരുമാനങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും കൊണ്ട് ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്താറുള്ള താരമാണ് മുൻ ഇന്ത്യൻ സ്പിന്നർ അശ്വിൻ. സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയുന്നതിനെതിരെ പലപ്പോഴും പരസ്യമായി രംഗത്തു വരികയും മലയാളികളുടെ കഴിവുകളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള അപൂർവം ഇന്ത്യൻ കളിക്കാരിൽ ഒരാളാണ് അശ്വിൻ. എന്നാൽ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് അശ്വിൻ മുന്നോട്ട് വെച്ച ഒരു ടീം സെലക്ഷനാണ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാകുന്നത്. കിക്ക് ഇൻഫോയുടെ പ്രത്യേക ചർച്ചാ പരിപാടിയിൽ സംസാരിക്കവേ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനുള്ള തന്റെ സാധ്യത ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണെ അശ്വിൻ പൂർണ്ണമായി ഒഴിവാക്കുകയായിരുന്നു. ഇതോടെ മലയാളി ക്രിക്കറ്റ് ആരാധകർ വലിയ അമ്പരപ്പിലും നിരാശയിലുമാണ്. കളിക്കളത്തിന് പുറത്ത് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് സഞ്ജുവും അശ്വിനും. IPL രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു ക്യാപ്റ്റനായിരുന്നപ്പോൾ അശ്വിൻ ആ ടീമിന്റെ പ്രധാന സ്പിന്നറായിരുന്നു. മൂത്ത സഹോദരനെയും ഇളയ സഹോദരനെയും പോലെയാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് അശ്വിൻ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഒരു ലോകകപ്പ് ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൗഹൃദത്തിനപ്പുറം തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് അശ്വിൻ തെളിയിക്കുന്നു. സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മാത്രമല്ല ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പോലും അശ്വിൻ പരിഗണിച്ചിട്ടില്ല എന്നതാണ് ആരാധകരെ ഞെട്ടിച്ചത്. സഞ്ജുവിന് പുറമെ മുൻനിര വിക്കറ്റ് കീപ്പർമാർ ഋഷഭ് പന്ത്, പരിചയസമ്പന്നനായ പേസർ മുഹമ്മദ് ഷമി എന്നിവരെയും അശ്വിൻ തന്റെ സ്പെഷ്യൽ ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കി. അശ്വിന്റെ ടീമിൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായി KL രാഹുലും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. വിക്കറ്റ് കീപ്പർ KL രാഹുൽ, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് എന്നിവരെ പൂർണ്ണമായി ഒഴിവാക്കി. മുഹമ്മദ് ഷമിയെ ഒഴിവാക്കി ഭുവിയെ ഉൾപ്പെടുത്തി. അഭിഷേക് ശർമ്മ, ശിവം ദുബെ, വൈഭവ് സൂര്യവംശി മികച്ച ഫോമിലുള്ള യുവതാരങ്ങൾക്ക് ഇടമില്ല. അശ്വിന്റെ ലോകകപ്പ് സ്ക്വാഡിലെ ഏറ്റവും വലിയ സർപ്രൈസ് പേസർ ഭുവനേശ്വർ കുമാറിന്റെ സാന്നിധ്യമാണ്. 2022 ശേഷം ഇന്ത്യൻ ഏകദിന ടീമിൽ ഇടം പിടിച്ചിട്ടില്ലാത്ത ഭുവനെ അശ്വിൻ തന്റെ ടീമിലെ പ്രധാന പേസറായി നിർദ്ദേശിച്ചത് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകളിലും കാലാവസ്ഥകളിലും ഭുവനേശ്വറിന്റെ സ്വിംഗ് ബോളിംഗ് ഇന്ത്യക്ക് അത്യാവശ്യമാണെന്ന് അശ്വിൻ വാദിക്കുന്നത്. ഭുവനേശ്വർ കുമാർ തീർച്ചയായും എന്റെ ടീമിലുണ്ടാകും. ആഭ്യന്തര ക്രിക്കറ്റിലും വിജയ് ഹസാരെ ട്രോഫിയിലുമെല്ലാം കളിച്ച് അദ്ദേഹം സജീവമാകണമെന്ന് ഞാൻ വ്യക്തിപരമായി ആവശ്യപ്പെടും. ദക്ഷിണാഫ്രിക്കയിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഭുവിയുടെ സ്വിംഗ് ബോൾ ടീം ഇന്ത്യക്ക് വലിയ കരുത്താകും. 36 വയസ്സുകാരനായ ഭുവി IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി 28 വിക്കറ്റുകൾ വീഴ്ത്തി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും RCBയുടെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. ഈ മികച്ച ഫോം ഏകദിന ലോകകപ്പിലും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്ന് അശ്വിന്റെ വിലയിരുത്തൽ. നിലവിൽ T20 ഫോർമാറ്റിലും ഏകദിന ഫോർമാറ്റിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന പല യുവതാരങ്ങളെയും അശ്വിൻ തന്റെ ടീമിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. അഭിഷേക് ശർമ്മ, ശിവം ദുബെ അഗ്രസീവ് ബാറ്റിംഗിലൂടെ ശ്രദ്ധേയരായ ഇരുവരും അശ്വിന്റെ ദീർഘകാല പ്ലാനുകളിൽ ഇടം പിടിച്ചിട്ടില്ല. വൈഭവ് സൂര്യവംശി വളർന്നു വരുന്ന യുവതാരങ്ങൾക്കും അശ്വിൻ വിശ്രമം അനുവദിച്ചു. പരിചിതമായ കണ്ടീഷനുകളിൽ തിളങ്ങുന്ന രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കും അശ്വിന്റെ സാധ്യത ലോകകപ്പ് ടീമിൽ ഇടമില്ല. പ്രായോഗിക തന്ത്രമോ അതോ അമിത പരീക്ഷണമോ? അശ്വിന്റെ ഈ ലോകകപ്പ് സ്ക്വാഡ് സെലക്ഷൻ തികച്ചും കണ്ടീഷൻസും പരിചയസമ്പത്തും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയിലെ ബൗൺസുള്ള പിച്ചുകളിൽ സ്വിംഗ് ബോളിന് ലഭിക്കുന്ന മേൽക്കൈ കണക്കിലെടുത്താണ് ഭുവനേശ്വർ കുമാറിനെ പോലൊരു താരത്തെ അശ്വിൻ പിന്തുണയ്ക്കുന്നത്. അതേസമയം സൗഹൃദങ്ങൾക്ക് അതീതമായി കളിയിലെ തന്ത്രങ്ങൾക്ക് അശ്വിൻ നൽകുന്ന മുൻഗണനയാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ സഞ്ജുവിനെ പോലെ മധ്യനിരയിൽ കളി തിരിച്ചുവിടാൻ ശേഷിയുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഒഴിവാക്കിയത് എത്രത്തോളം ശരിയായ തീരുമാനമാണെന്ന ചോദ്യം ആരാധകർ ഉയർത്തുന്നു. BCCI സെലക്ടർമാരുടെ ഔദ്യോഗിക ടീം പ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളൂവെങ്കിലും അശ്വിൻ പങ്കുവച്ച ഈ സ്പെഷ്യൽ സ്ക്വാഡ് ക്രിക്കറ്റ് ചർച്ചകൾ വൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അശ്വിന്റെ പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് സഞ്ജു സാംസൺ മികച്ച പ്രകടനങ്ങളോടെ ലോകകപ്പ് ടീമിൽ സ്ഥാനമുറപ്പിക്കുമോ എന്ന് കണ്ടറിയണം. അശ്വിൻ തിരഞ്ഞെടുത്തത് അവതരിപ്പിച്ച ഈ ലോകകപ്പ് സ്ക്വാഡിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? സഞ്ജു സാംസണെ ഒഴിവാക്കി KL രാഹുലിനെയും ഇഷാൻ കിഷനെയും പിന്തുണച്ച അശ്വിന്റെ തീരുമാനത്തോടും ഭുവനേശ്വർ കുമാറിന്റെ തിരിച്ചുവരവിനോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള വിശ്വസനീയവും രസകരവുമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.